ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്നലെ വളരെ നല്ല രീതിയിൽ നടന്നു. പോലീസിൻ്റെയും ആറ്റുകാൽ ട്രസ്റ്റ് ഭാരവാഹികളുടെയും കണക്കനുസരിച്ച് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ പങ്കെടുത്ത പൊങ്കാല ആയിരുന്നു ഇന്നലെ കഴിഞ്ഞത്. ഒരു സമൂഹത്തിൻ്റെ മുഴുവനും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ പൊങ്കാല നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു. അതിന് മുൻപും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് സഹകരിച്ച എല്ലാവർക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യം ഇതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഈ ഭരണസമിതി ചുമതലയേറ്റിട്ട് 4ാമത്തെ ദിവസം തന്നെ ഇതേ ഹാളിൽ ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പ് യോഗം നടത്തിയിരുന്നു. കോർപ്പറേഷൻ്റെ വിവിധ ഉദ്യോഗസ്ഥന്മാരുമായും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട റെയിൽവേ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് യോഗം ചേർത്തിരുന്നു. അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും നിലവിൽ വന്നിരുന്നില്ല. അതിൽ തന്നെ ഞങ്ങളെടുത്ത ഒരു തീരുമാനം റോഡ് ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആറ്റുകാൽ ക്ഷേത്രവും ഉത്സവവുമായി ബന്ധപ്പെട്ട റോഡുകളുടെയൊക്കെ തന്നെ ടാറിങ് ഒരു കാരണവശാലും പൊങ്കാലയുമായി അടുത്ത ദിവസങ്ങളിലേക്ക് നീട്ടാൻ പാടില്ല. അപ്പോൾ ഫെബ്രുവരി 15 മുമ്പ് തന്നെ ടാറിങ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ നടപടികളൊക്കെ രേഖാമൂലമുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കുന്ന നടപടി ഞങ്ങൾ ആരംഭിച്ചിരുന്നു. എന്തായാലും അതിനുശേഷം മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചുമതലയേറ്റു. വളരെ വലിയൊരു കൂട്ടായ യത്നത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോൺട്രാക്ടർമാരെല്ലാവരും സഹകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി 15-ാം തീയതി തന്നെ 29 റോഡുകളുടെ വർക്കുണ്ടായിരുന്നതിൽ 23 റോഡുകളുടെയും പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചു. ശിവരാത്രി വന്നതുകൊണ്ട് 2 ദിവസം കൂടി, അപ്പോൾ 17-ാം തീയതിയോടുകൂടി 29 റോഡുകളുടെയും കൗൺസിലർമാർ ആവശ്യപ്പെട്ട 29 റോഡുകളുടെയും പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങളിടയ്ക്ക് 10 ദിവസം ഡൽഹിയിൽ, ഏകദേശം ഒരു 6-7 ദിവസം ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. എന്നാൽ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നേരെ പോയത് 14-ാം തീയതി മേയറും ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പോയത് ഈ റോഡുകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താനാണ്. തൃപ്തികരമായ നിലയിലായിരുന്നു അന്ന് റോഡുകളുടെ നിർമ്മാണം നടന്നത്. ഫെബ്രുവരി 17-ാം തീയതി കൊണ്ട് തന്നെ എല്ലാ റോഡുകളുടെയും പണി പൂർത്തിയായതോടുകൂടി ജനങ്ങൾക്ക് പൊങ്കാലയുമായി അടുത്തുള്ള ദിവസങ്ങളുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സാധിച്ചു. പിന്നെ ഇടയ്ക്കുണ്ടായ കുടിവെള്ളത്തിൻ്റെ ഒരു ക്ഷാമം നേരിട്ടൊരു പ്രശ്നം വന്നു. അത് വന്ന ദിവസം തന്നെ അതിന് തൊട്ടടുത്ത കൗൺസിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 43 കുടിവെള്ള പ്രശ്നമുള്ള വാർഡുകളിലെ കൗൺസിലർമാരും വാട്ടർ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പരമാവധി കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വീണ്ടും പെൻഡിങ്ങിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകക്ഷി യോഗം ചേർന്ന സർവകക്ഷി യോഗമാണ് തീരുമാനമെടുത്തത് ഒരു വാർഡിൽ ഒരു ടാങ്കർ വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ 52 വാർഡുകളിൽ ഓരോ ടാങ്കർ വെച്ച് കൊടുത്തു. അതൊക്കെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊടുത്തു. കൗൺസിലറുടെക്കായിരുന്നു എൻ്റെ ചുമതല. 8 ടാങ്കറുകൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വിന്യസിച്ചു. അതോടുകൂടി ആ പ്രശ്നത്തിന് കോർപ്പറേഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനും ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചു. പൊങ്കാല ആയപ്പോഴേക്കും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും വലിയ ടാങ്കുകൾ, താൽക്കാലിക ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് 1000കണക്കിന് ലിറ്റർ വെള്ളം അതിൽ ശേഖരിച്ചു വെച്ചു. അതിലൂടെ പൊങ്കാലയ്ക്ക് വന്നവർക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചു. ഇനി ഞങ്ങൾ നൽകിയ ടാങ്കറുകൾ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വാർഡുകളിൽ നിന്നും വിഡ്രോ ചെയ്യുകയുള്ളൂ. വാർഡുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ടാങ്കറുകൾ ഇനിയും ഉപയോഗിക്കാം. സൗജന്യമായിട്ടാണ് കോർപ്പറേഷൻ വെള്ളവും ടാങ്കറും നൽകുന്നത്. അതിലൂടെ ആ പ്രശ്നം നമുക്ക് തരണം ചെയ്യാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ ഗവൺമെൻറ് തലത്തിൽ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രിയും ദേവസ്വം മന്ത്രിയും നടത്തിയ മീറ്റിങ്ങുകൾ, ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ റിവ്യൂ മീറ്റിംഗ്, ആ മീറ്റിങ്ങുകളിലൊക്കെ നടന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ നന്നായിട്ട് സഹകരിച്ച് തന്നെയാണ് ഈ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി സാധ്യമായത്. അത്തരത്തിൽ ഗവൺമെൻറ് തന്നെ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇതിൽ ഇപ്പോൾ ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്, ഇതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മുഴുവൻ ജീവനക്കാരും കൈമെയ് മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പൊങ്കാലയുടെ വിജയം. അതോടൊപ്പം തന്നെ 101 കൗൺസിലർമാരും
ഒരുമിച്ച് പൊങ്കാലയുടെ എല്ലാ ആവശ്യത്തിനും രാത്രിയും പകലും എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരുന്നു. അവരവരുടെ വാർഡുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ജനറലായിട്ട് കോർപ്പറേഷൻ എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുവാൻ വേണ്ടി അതിൽ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. പിന്നെ രാത്രിയും പകലും കോർപ്പറേഷൻ ഭരണസമിതിയോടൊപ്പം മുഴുവൻ ജീവനക്കാരുണ്ടായിരുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഞങ്ങൾ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ചില താൽക്കാലിക ജീവനക്കാരെയൊക്കെ തന്നെ ഈ പൊങ്കാലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫീൽഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാ പേരും, ഒരാൾ പോലും ലീവ് എടുക്കാതെ അവരെല്ലാ പേരും ജോലിക്ക് ഹാജരായി എന്നുള്ളതാണ്. ആ തൊഴിലാളികൾ അങ്ങേറ്റം തന്നെ, ആ ജീവനക്കാർ അങ്ങേറ്റം തന്നെ അഭിനന്ദനം അർഹിക്കുകയാണ് അക്കാര്യത്തിൽ. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി, ഞങ്ങളുടെ ഹെൽത്ത് ഓഫീസർ, 3 ഹെൽത്ത് സൂപ്പർവൈസർമാർ, അവരൊക്കെ തന്നെ, ഇനി ഞാൻ അവരുടെ മാത്രം പോസ്റ്റ് എടുത്തു പറഞ്ഞതേ ഉള്ളൂ, അവരാണല്ലോ ഈ ടീമിൻ്റെ മാനേജ് ചെയ്യുന്നത്. അവരുൾപ്പെടെ രാത്രിയും പകലും ഭരണസമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. സംസ്ഥാന സർക്കാരിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പറയുന്നില്ല, എന്നാൽ KSRTC, അതോടൊപ്പം തന്നെ പോലീസ്, 1700 വനിതാ പോലീസുകാരെ മാത്രം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിയോഗിച്ചിരുന്നു. കാരണം കൂടുതൽ ഭക്തജനങ്ങൾ വരുമെന്നുള്ള ഒരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വനിതാ പോലീസിനെ കൂടുതൽ നിയോഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ തന്നെ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ വനിതാ പോലീസ് ഒരുപാടുണ്ടായിരുന്നു. ഈ മാല പൊട്ടിക്കൽ, പോക്കറ്റടി പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള സംഘങ്ങൾ വരുന്നത്. തമിഴ്നാട് പോലീസിൻ്റെ സേവനം ഇവിടെ ലഭ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഹിസ്റ്ററിയുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. CCTV കൃത്യമായിട്ട് നിരവധി കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. പോലീസിൻ്റെ ഭാഗത്ത് വളരെ വലിയൊരു ഇടപെടലാണ് ഉണ്ടായത്. അതോടൊപ്പം റെയിൽവേ, ആരോഗ്യ വിഭാഗം, സംസ്ഥാന ആരോഗ്യ വിഭാഗം, ഫയർ ആൻഡ് സേഫ്റ്റി, ഇവരൊക്കെ തന്നെ നന്നായിട്ട്, ഫയർഫോഴ്സൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തു പറയുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ആറ്റുകാൽ ടെമ്പിൾ ട്രസ്റ്റ് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നടന്ന ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പെർമിഷൻ കിട്ടാത്തൊരു സാഹചര്യം വന്നിരുന്നു. കളക്ടറേറ്റിൽ നിന്ന് ഞങ്ങളുടെ ഒരു യോഗത്തിൽ വന്ന പ്രതിനിധി ആ പെർമിഷൻ കിട്ടിയില്ലെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്ത വന്നു. അപ്പോൾ സെക്രട്ടറി ഞങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ട് അടിയന്തരമായിട്ട് 2 കേന്ദ്രമന്ത്രിമാർ, ജോർജ് കുര്യനും അതോടൊപ്പം തന്നെ ശ്രീ സുരേഷ് ഗോപിയോട് ഇക്കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജിയുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾ ഈ വിവരം അറിയുന്നത് ശനിയാഴ്ചയാണ്. ഞങ്ങളതിൻ്റെ വർക്കൊക്കെ ആരംഭിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഞായറാഴ്ച. എങ്കിലും ജോർജ് കുര്യൻജിയുടെ ഓഫീസിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരെ, അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെയുള്ള 2 ഉദ്യോഗസ്ഥരെ ഇക്കാര്യത്തിൽ നിയോഗിച്ചു. ഒരാൾ ബഹുമാനപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ്ജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ട്രസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുള്ള ഹെലികോപ്റ്റർ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വിമാനം കിട്ടിയില്ലെങ്കിൽ, അത് ഡിഫൻസിൽ നിന്നും ഒരു വിമാനം കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്താൻ വേണ്ടി ഒരു ഓഫീസർ, മറ്റൊരാൾ ആറ്റുകാൽ ട്രസ്റ്റ് ചോദിച്ച വിമാനത്തിൽ പെർമിഷൻ കിട്ടാൻ വേണ്ടി, രാജീവ് ഗാന്ധി ഏവിയേഷൻ, അവർക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടി സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററുടെ ഓഫീസിൽ ബന്ധപ്പെടാൻ വേണ്ടി ഒരാൾ. ഇവരുടെ ഒരു ഞായറാഴ്ച മുഴുവൻ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എയർപോർട്ടിൽ ഉപരാഷ്ട്രപതിയോടൊപ്പം വന്നപ്പോഴേക്കും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അപ്പോൾ അവിടെ എയർപോർട്ടിനകത്ത് നിന്ന് തന്നെ ഫോണിൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്ററെ വിളിച്ചു മേയർക്ക് തന്നു. മേയർ ഇവിടുത്തെ സാഹചര്യങ്ങൾ പറഞ്ഞു. പിന്നെ അടുത്തൊരു പരിശ്രമം എന്നുള്ളതിലേക്ക് ഒരുപക്ഷെ പ്രോട്ടോക്കോൾ ലംഘനമായിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് മേയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ചെന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം സൂചിപ്പിച്ചു. ആവശ്യമാണെങ്കിൽ രാജ്നാഥ് സിംഗ്ജിയുടെ, അതായത് രാജീവ് ഗാന്ധി ഏവിയേഷൻ ആ കമ്പനിക്ക് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ രാജ്നാഥ് സിംഗ്ജിയുടെ ഓഫീസുമായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു, നിങ്ങൾ പരിശ്രമിക്കുക, ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ടാൽ ഇടപെടാമെന്ന് ഉപരാഷ്ട്രപതിയും പറഞ്ഞു. നമ്മൾ അത്രത്തോളം വലിയ പരിശ്രമം നടത്തും. എന്നാലും പിറ്റേ ദിവസം തിങ്കളാഴ്ച ഒരു 12 മണിയോടുകൂടി കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ മേയറെ തന്നെ വിളിച്ചിട്ട് ഹെലികോപ്റ്റർ വിമാനത്തിന് സാങ്ഷൻ തന്നിട്ടുണ്ട്, പുഷ്പവൃഷ്ടി സാങ്ഷൻ തന്നിട്ടുണ്ട് പറയുകയായിരുന്നു. ആറ്റുകാൽ ട്രസ്റ്റ് രേഖാമൂലം ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഇടപെടണം എന്ന്, ഹെൽപ്പ് വേണമെന്ന് ആറ്റുകാൽ ട്രസ്റ്റ് രേഖാമൂലം ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൊങ്കാല വിജയിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. അതിൻ്റെ വിജയമായിരുന്നു, ആ കൂട്ടായ്മയുടെ വിജയമായിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, നിരവധി ആരാധനാലയങ്ങൾ, ഇസ്ലാമിക ക്രൈസ്തവ ആരാധനാലയങ്ങളൊക്കെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഭവനങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. ഇത്തവണ കൂടുതലായി അവരുടെയൊക്കെ തന്നെ ഇടപെടലുകൾ, എന്താണ് ആവശ്യമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ
നിരവധി പേർ, ഞാൻ പിന്നീട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ഇപ്പോൾ HS ഒക്കെ വെളുപ്പിനാണ് പോയിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഞങ്ങൾ കണക്കെല്ലാം ഒന്ന് ടാലിയാക്കി ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിലേക്ക് പോകാം. ഒരുപാട് പേർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട്. അത് അടുത്ത ഘട്ടത്തിൽ പറയാം. അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നിരവധി നൂറുകണക്കിന് സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങി സഹായിച്ചു. ഇപ്പോൾ സേവാഭാരതിയൊക്കെ തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ 2 ദിവസം മുൻപ് തന്നെ സേവാഭാരതി ഞങ്ങളോട് ആവശ്യപ്പെട്ടതിന് ശേഷം അവർ നഗരം വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ആവശ്യമാണെന്നുണ്ടെങ്കിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ കോർപ്പറേഷൻ്റെ മെഷീനറി വെച്ച് തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവർക്കൊക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. റെസിഡൻസ് അസോസിയേഷൻ, വിവിധ ക്ഷേത്ര കമ്മിറ്റികൾ, ക്ഷേത്ര ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ, ഇവർക്കൊക്കെ തന്നെ സഹകരിച്ച എല്ലാവർക്കും കോർപ്പറേഷൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു 3500 അടുപ്പിച്ച് തൊഴിലാളികളെയാണ് നിയോഗിച്ചിരുന്നത്, ജീവനക്കാർ. കോർപ്പറേഷൻ്റെ ശുചീകരണ തൊഴിലാളികളും അല്ലാതെ താൽക്കാലികമായിട്ട് ഹയർ ചെയ്തുൾപ്പെടെ. അതിൻ്റെ കറക്റ്റ് ഡിവിഷനൊക്കെ അടുത്ത ദിവസങ്ങളിൽ തരാം. 210 ടിപ്പർ ലോറികളാണ് ഉപയോഗിച്ചിരുന്നത്. JCB ഉണ്ടായിരുന്നു 4 എണ്ണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ നിരത്തുകളിൽ യാത്ര ചെയ്ത്, നിങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ശേഷം നിരത്തുകൾ യാത്ര ചെയ്താൽ അറിയാം ചുടുകല്ലില്ല. ചുടുകല്ല് എല്ലായിടത്തും മാറ്റി. അപ്പോൾ ഈ ചവർ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ല് മാറ്റുകയായിരുന്നു. ചുടുകല്ല് ഞങ്ങൾ മാറ്റിയിട്ട് ചാല ബോയ്സ് സ്കൂളിൽ ശേഖരിച്ചു. അപ്പോൾ ഒരേ സമയം തന്നെ ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നിശ്ചയിച്ച 8:30 മണിക്ക് തന്നെ നഗരത്തിൽ കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് നഗരത്തിൽ 280 ടാങ്കർ വെള്ളം കൊണ്ടുവന്നിട്ട് നഗരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഇന്നലെ സാധിച്ചു. അപ്പോൾ ചുടുകല്ലും ഈ പൊങ്കാലയുടെ മറ്റു വിറകുൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഒരേ സമയം തന്നെ മാറ്റി ചുടുകല്ല് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു, മറ്റെല്ലാം തന്നെ നമ്മൾ ഡംപിങ് യാർഡുകളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പ്രധാനമായിട്ടും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നന്നായിട്ട് സഹായിച്ചു. ചെറിയ ചെറിയ ആശങ്കകൾ ചില സമയത്ത് വന്നെങ്കിലും അതൊക്കെ തന്നെ നമുക്ക് മനോഹരമായിട്ട് തരണം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, 811 ടൺ മാലിന്യമാണ് ഇന്നലെ മാറ്റിയിട്ടുള്ളത്. 811 ടൺ മാലിന്യം മാറ്റിയിട്ടുണ്ട്. ബ്രിക്ക് 134 വലിയ ലോറികളിലും 48 ചെറിയ ലോറികളിലുമായിട്ടാണ് ലോഡുമാണ്. അത് 134 വലിയ ലോറിയിൽ ലോഡും 48 ചെറിയ ലോറിയിൽ 48 ലോഡും ചുടുകല്ലാണ് ഞങ്ങൾ മാറ്റാൻ വേണ്ടി ഇന്നലെ ഉണ്ടായിരുന്നത്. അത് അവിടെ ചാല ബോയ്സ് സ്കൂളിലുണ്ട്. അതിൻ്റെ എണ്ണം എടുത്തിട്ടില്ല, വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതെടുക്കും. 138 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, PHIമാർ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. 811 ടൺ മാലിന്യമാണ് ഏറെക്കുറെ ശേഖരിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങ് ചോദിച്ച പാർക്കിങ്ങിൻ്റെ കാര്യം, ഈ പാർക്കിങ്ങിൻ്റെ കാര്യം വളരെ ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഞങ്ങളുടെ നടന്ന പൊങ്കാലയുടെ തയ്യാറെടുപ്പിൽ ഒരു ചർച്ചയിലും ഈ പാർക്കിംഗ് വിഷയം അങ്ങനെ സജീവമായിട്ട് അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിൽ വരാത്തതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റോ രൂപീകരിക്കാനൊന്നും സാധിച്ചില്ല. എന്നാൽ യാദൃച്ഛികമായി ക്ഷേത്രത്തിൽ പോയിട്ട് തലേദിവസം ഉച്ചയ്ക്ക് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പോയി അതിനുശേഷം മേയർ മടങ്ങുന്ന സമയത്താണ് ഒരു കൊല്ലത്തുള്ളൊരു ഡ്രൈവർ, അദ്ദേഹം ടാക്സി ഡ്രൈവർ കൈ കാണിച്ച് നിർത്തിയിട്ട് ഒരു റെസിപ്റ്റ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങുന്നു. ആ റെസിപ്റ്റ് ഞാൻ വാങ്ങി നോക്കിയപ്പോൾ തന്നെ 200 പ്രിൻറ്റ് ചെയ്തിട്ട് പേന വെച്ച് വെട്ടിയിട്ട് 400 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഐരാണിമുട്ടം ഹോമിയോ കോളേജിനടുത്താണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ നേരിട്ട് പോയി ചോദിച്ചപ്പോൾ ഒരു ലൈസൻസോ പെർമിഷനോ എടുത്തിട്ടില്ല. പെർമിഷനോ എടുക്കാതെ തലേദിവസം 2 ദിവസം മുമ്പ് ഒരു 50 രൂപയാണ് കാറിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു 50 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് അമ്പലത്തിൽ തിരക്ക് കൂടിയപ്പോഴേക്കും 200 ആക്കി, പിന്നെ 400 ആക്കി. ഒരു ഓട്ടോ കാറിന് 400 രൂപയാണ് വാങ്ങുന്നത്. ഉടൻ തന്നെ അവിടെ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. പിന്നെ ആ കാറുകൾ അത്ര എടുത്ത് അപ്പോൾ പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗതാഗത കുരുക്കും, വന്നവർക്കൊരു വിഭ്രാന്തി. വനിതകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അവർക്ക് തിരിച്ച് വാഹനം അന്വേഷിച്ച് പോകുമ്പോൾ കാണാൻ പറ്റില്ല, പരിഭ്രാന്തി കൂടുമെന്നുള്ളത് കൊണ്ട്
കൃത്യമായിട്ടുള്ള എല്ലാ ആക്ഷനും ആ സമയത്ത് എടുക്കാൻ പരിമിതിയുണ്ട്. കാര്യം വലിയൊരു പൊങ്കാല ഉത്സവം നടക്കാൻ വേണ്ടി പിന്നെ അത് വാർത്തയായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആൾക്കാർക്ക് പരിഭ്രാന്തിയിലാവും. ആ ഡ്രൈവർമാരൊക്കെ ആയിട്ടൊരു ധാരണ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അധികമായി വാങ്ങിയ മുഴുവൻ പണവും അപ്പോൾ തന്നെ ആ വ്യക്തിയെ കൊണ്ട് തിരിച്ചു കൊടുത്തു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ അവിടെ നിശ്ചയിച്ച തുക ബോർഡ് എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ നേരിട്ട് പോയി വെരിഫൈ ചെയ്തപ്പോൾ ആ ബോർഡ് അവിടെ ഉണ്ട്. പോലീസുകാരോട് അത് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ ആ നിശ്ചയിച്ച തുകയാണ് വാങ്ങിയത്. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി ഒരു വിവരം കിട്ടി. ഞാനത് അടുത്ത ഘട്ടമായിട്ട് പറയാം. ഇന്നലെ നടന്ന സംഭവം നിങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അപ്പോൾ ഈ ഐരാണിമുട്ടത്ത് പാർക്കിംഗ് കാര്യത്തിൽ കോർപ്പറേഷൻ ഇടപെട്ടത് അറിഞ്ഞുകൊണ്ട് പല ഭാഗത്തുനിന്നും കോളുകൾ വന്നു. പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു 7:30 മണിയായപ്പോൾ ഡെപ്യൂട്ടി മേയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് 2 സ്ഥലങ്ങൾ ഡെപ്യൂട്ടി മേയർക്ക് കോൾ വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള 2 സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ അവിടെ ഒന്ന് പറഞ്ഞത് ഈഞ്ചക്കലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡെപ്യൂട്ടി മേയർക്ക് കോൾ വന്നു. അവിടെ വ്യാപകമായി കൊള്ള നടക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് ഉദ്യോഗസ്ഥരെ വിടാനോ മേയർക്ക് എനിക്കെത്താനോ പറ്റില്ല. ആശാനാഥ് ആ ഭാഗത്തായിരുന്നു, പാപ്പനംകോട് ഭാഗത്തായിരുന്നു. ആശാന് വേറെ ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഈ കേന്ദ്രങ്ങൾ നേരിട്ടെത്തി പരിശോധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. രാത്രി ഓരോ നിമിഷവും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാവിലെ ഒരു വാർത്ത, സെക്രട്ടറിയും മേയറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടെ ഒരുമിച്ച് ഇന്നലെ രാവിലെ യാത്ര ചെയ്യുന്ന സമയത്ത് വന്നൊരു വാർത്ത, നമ്മുടെ SMV സ്കൂളിൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടി അനധികൃതമായി പണം പിരിക്കുന്ന ഒരു വാർത്ത വന്നു. ഞങ്ങൾ നേരെ അവിടെ പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും കണ്ടത് വളരെ വളരെ ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നതായിട്ടാണ്. അതായത് ഒരു കൂപ്പൺ നിങ്ങളൊക്കെ ഇന്നലെ വാർത്ത കൊടുത്തപ്പോൾ കണ്ടു കാണും. ആ കൂപ്പണിൽ സ്കൂൾ ഡെവലപ്മെൻറ്റ് ഫീസ് PTA അങ്ങനെ മാത്രമേ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. എമൗണ്ട് ഒന്നും പ്രിൻറ്റ് ചെയ്തില്ല. വരുന്ന വാഹനങ്ങൾക്ക് ഒരു ബസ് 8 മണിക്ക് വന്നു. ഉച്ചയ്ക്ക് 2 മണി വരെ വരുന്ന 1000 രൂപയാണ് ആ ബസ്. 50 പേര് വരുന്ന ഒരു ബസ്സിന് 1000 രൂപ. പിന്നെ കാറിന് 200 രൂപ, 300, 500, 750 ഇങ്ങനെ വാങ്ങുന്നു. PTA പ്രസിഡന്റ് ഒരു കർണൻ എന്നൊരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേക്കും ഒരു ഹാഷിമാണ് അദ്ദേഹത്തോടൊപ്പം എക്സിക്യൂട്ടീവ് മെമ്പർ. ഹാഷിമിനെ ആദ്യം വിളിച്ചപ്പോൾ അവിടെയെങ്കിലും രംഗത്ത് വന്നില്ല. ഒടുവിൽ ഹാഷിം രംഗത്ത് വന്നു. പ്രിൻസിപ്പലിനോട് HMനോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ച പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ഇക്കാര്യം അറിയില്ല. അദ്ദേഹത്തിന് നേരത്തെ തന്നെ SMV സ്കൂളിലെ PTAയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള പരാതിയുണ്ട്. അദ്ദേഹം രേഖാമൂലം ആ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടില്ല, HM അറിഞ്ഞിട്ടില്ല. ഈ കർണനും ഹാഷിമും കൂടെയാണ് പിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാ വാഹനത്തിൻ്റെ ഉടമസ്ഥരും വന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പണം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമായിരുന്നത് ഈ ഹാഷിമിനെ വിളിക്കുമ്പോൾ ഹാഷിമിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇത് സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. ഒരു കാരണവശാലും അവിടെ പണപ്പിരിവ് നടത്താൻ പാടില്ല. ഈ റെസീപ്റ്റിൽ കോർപ്പറേഷൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ ഒരു സീലോ ഒപ്പോ ഒന്നുമില്ല. അപ്പോൾ വ്യാജ രേഖകൾ നിർമ്മിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലത്ത് ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് വന്നവരുടെ കയ്യിൽ നിന്നും പണപ്പിരിവ് നടത്തുന്ന ഗുരുതരമായ ക്രമക്കേടാണ് അവിടെ PTAയുടെ പേരിൽ ചെയ്തിരിക്കുന്നത്. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ കെയർ ഓഫിൽ PTA പ്രസിഡന്റ് മെമ്പറുമായ ആൾക്കാരാണ് അവർ. ഉടൻ തന്നെ SHOയുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഔദ്യോഗികമായിട്ട് സെക്രട്ടറി കോർപ്പറേഷന് വേണ്ടി കംപ്ലയിൻറ്റ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും PTAക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറക്കമിന് കത്തയക്കും. ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാൻ അപ്പോൾ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വളരെ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ. അതായത് കർശനമായ ആക്ഷൻ ഇക്കാര്യത്തിൽ എടുക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പും ഗവൺമെൻറ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ SMV സ്കൂള് ഇപ്പോൾ ഇത് വന്ന പശ്ചാത്തലം പറയാം. ഈ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയാം. SMV സ്കൂളിൽ കഴിഞ്ഞ കുറേ കാലമായി അവിടുത്തെ PTA നടത്തുന്ന ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും പോലീസും അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ചുമതലയെടുത്തതിന് ശേഷം ശ്രീ ചെമ്പഴന്തി ഉദയൻ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുവാനും അവിടുത്തെ HMമാരുടെ മീറ്റിംഗൊക്കെ അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ഉണ്ടായിരുന്ന SMV സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു തേക്കിൻ വൃക്ഷം വർഷങ്ങൾക്കോ എത്ര മാസവും
മുറിച്ച് മാറ്റി. ഒരു വർഷത്തിനുള്ളിൽ അതിനെ വലിയ വില വരുന്ന ഒരു തേക്കിൻ്റെ വൃക്ഷം അവിടെ നിന്ന് മുറിച്ച് കടത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ചന്ദനത്തടി മുറിച്ച് കടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കണം. ഇതിനൊക്കെ PTA ആരാണ് അധികാരം കൊടുത്തത്? അന്വേഷിക്കണം. അതൊക്കെ അങ്ങനെ വിടാൻ പറ്റില്ല. മറ്റൊന്ന്, ഒരു 2 ആഴ്ച മുമ്പ് മേയറെ കാണാനായിട്ട് തിരുവനന്തപുരത്തെ ഒരു ബിസിനസ് നടത്തുന്ന വലിയൊരു വ്യവസായി വന്നു. അദ്ദേഹത്തിന് വിദേശ രാജ്യത്തും ഉണ്ട്, തിരുവനന്തപുരത്ത് ഹോട്ടലുകളുണ്ട്. അദ്ദേഹത്തോട് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞത്, SMV സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വരെയുള്ള സ്ഥലം അദ്ദേഹത്തിന് മതിൽ കെട്ടി വേർതിരിച്ചു കൊടുക്കാൻ 1 കോടി രൂപ കൊടുക്കണം. 1 crore. ഇന്ന് രാവിലെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത്. ഞാൻ ആ വ്യവസായിയുടെ പേര് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് രാവിലെ ഞാൻ പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ 1 crore തന്നുകൂടെ എന്നാണ് ചോദിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. 1 മീറ്റർ SMV സ്കൂളിൻ്റെ സ്ഥലം നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരാം എന്ന് ഇതിലൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ SMV സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള കടകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. SMV സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കടകളിൽ നിന്നൊക്കെ നിരന്തരം പണപ്പിരിവാണ്. ഇവിടുത്തെ PTA കമ്മിറ്റി പണപ്പിരിവാണ് നടത്തുക. പണം കൊടുത്തില്ലെങ്കിൽ ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് SMV സ്കൂളിലെ PTA കമ്മിറ്റി വർഷങ്ങളായി എടുക്കുന്നത്. ഈ കൂപ്പൺ അതിൽ ഒരു PTA മെമ്പറുടെ പ്രസ്സിലടിച്ചെന്നാണ് ഇന്നലെ രാത്രി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ തന്നെയാണ് SMV സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിരിവിനുള്ള എല്ലാ റെസിപ്റ്റും അടിക്കുന്നത്. അങ്ങനെ നഗരഹൃദയത്തിൽ വളരെ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള നമുക്കുടെയൊക്കെ തന്നെ അഭിമാനമായിട്ടുള്ള സ്കൂളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു മാഫിയ തന്നെയാണ് ആ സ്കൂളിനെ നിയന്ത്രിക്കുന്നത്. അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ ബഡ്ജറ്റ്, ഞങ്ങളുടെ സ്കൂൾ നവീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഈ സ്കൂളിൽ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പല കാര്യങ്ങൾക്കും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്, ഈ PTA വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും അതിനകത്ത് നിന്നൊരു തട്ടുകട നടത്തിയെന്ന് പറയാനായിട്ട്, അല്ലേ? മന്ത്രി ഇടപെട്ട് പൊളിച്ചു മാറ്റാൻ പറഞ്ഞത് സ്കൂളിനകത്ത് തട്ടുകട നടത്താൻ വേണ്ടി PTA അനുമതി കൊടുക്കുകയാണ് ഈ രാജ്യത്ത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം. 1 കോടി രൂപ സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയുള്ള സ്ഥലം മതിൽ കെട്ടി തിരിച്ചു കൊടുക്കാമെന്നൊരു വ്യവസായിയോട് പറഞ്ഞു. നിങ്ങൾ ആ വ്യവസായിയോട് നേരിട്ട് സംസാരിക്കുക. അദ്ദേഹം 2 ആഴ്ച മുമ്പ് മേയറുടെ റൂമിലൊന്ന് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ കൃത്യമായിട്ട് അവിടെയും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്തത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ SMV സ്കൂളിൻ്റെ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തും. മറ്റൊന്ന്, പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു പരാതി മേയർക്ക് കിട്ടിയത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഗാന്ധി പാർക്കിൽ കോർപ്പറേഷൻ മുൻ ഭരണസമിതികൾ ആ ഗാന്ധി പാർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് നടത്തുന്ന ആൾ ഒരു കാറിന് 750 രൂപ വാങ്ങിച്ചു വാടക ഒരു ദിവസം ഇടുന്നതിന്. ആലോചിച്ച് നോക്കുക, 750 രൂപ ഒരു കാർ ഒരു ദിവസം ഇടുന്നതിന്. അപ്പോൾ രാത്രി 12:30 മണിക്കാണ് ഈ വിവരം. 12:30 മണിക്ക് സിറ്റിയുടെ പല ഭാഗത്തും ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ എന്നൊക്കെ അറിയാനും ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ രാത്രി മുഴുവൻ യാത്രയിലായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മണിക്ക് തന്നെ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി, പുത്തരിക്കണ്ടത്ത് എത്തിയതിന് ശേഷം ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ വ്യക്തിയെ വിളിച്ചുണർത്തി, രാത്രി 1 മണിക്ക് വിളിച്ചുണർത്തി അദ്ദേഹത്തുമായി സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു 750 രൂപയാണ് കാറിന് വാങ്ങിച്ചതെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന ഒറിജിനൽ റെസിപ്റ്റ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കോൺട്രാക്ടർ വാങ്ങിയതാണ്. 1 മണിക്കൂർ ഒരു ദിവസത്തേക്ക് 750 രൂപ കാറിന്. വെഹിക്കിൾ നമ്പർ 9223 9223 എന്ന് പറയുന്ന ബെലനോ കാറിന് വാങ്ങിയത് 780 രൂപയാണ്. അപ്പോൾ അവിടെ വന്ന വാഹനങ്ങൾക്കൊക്കെ ഞങ്ങൾ നേരത്തെയും ഗാന്ധി പാർക്കിൻ്റെ പേരിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ കൃത്യമായ തെളിവുകൾ തേടി നടക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആലോചിച്ചിട്ട് ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതികൾ കൊടുത്ത കോൺട്രാക്റ്റിൻ്റെയൊക്കെ കോപ്പി ഞങ്ങൾ ഇന്ന് എടുത്തു. ഇന്നലെ പൊങ്കാല കഴിഞ്ഞ് ഒന്ന് രാവിലെ തന്നെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാധാകൃഷ്ണൻ്റെ പേരിലാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. മണക്കാട് ഭാഗത്തുള്ള ഒരു രാധാകൃഷ്ണൻ്റെ പേരിലാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കോർപ്പറേഷനുമായി ചേർന്നുള്ള കരാറുകൾ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ട് കോർപ്പറേഷൻ്റെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2023 തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു.
അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയി. ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ മൂന്നാമത്തെ ഗഡു കോർപ്പറേഷൻ അടയ്ക്കാത്തതുകൊണ്ട് 2023 തന്നെ രാധാകൃഷ്ണൻ്റെ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. അതേ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുമാണ് ഇപ്പോഴും അവിടെ പണം പിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കരാറുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കിടക്കണം. അപ്പോൾ ഇന്ന് ഇപ്പോൾ നിലവിൽ അദ്ദേഹം കോൺട്രാക്ടർ. ഞങ്ങൾ ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വ്യക്തിയെ ഗാന്ധി പാർക്കിൽ നിന്നും പുറത്താക്കണമെന്നും 2023 മുതൽ അനധികൃതമായി പണപ്പിരിവ് നടത്തി തെളിവുൾപ്പെടെ പിടിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും ക്രിമിനൽ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തോട് പറയുകയാണ്, ഇനി മുതൽ കോൺട്രാക്ടർമാരല്ല, ഞങ്ങളൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തെ ഇന്ന് തന്നെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ഈ പണം വാങ്ങിച്ചവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, 750 രൂപ വാങ്ങിച്ചവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നും സിറ്റി പോലീസ് കമ്മീഷൻ കത്ത് കൊടുക്കുകയാണ് കോർപ്പറേഷൻ. ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ലേലം ചെയ്യുന്നതിൻ്റെയൊക്കെ സമയം വരുന്നതുവരെ കോർപ്പറേഷൻ തന്നെ നേരിട്ടൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്, ഗാന്ധി പാർക്കിൽ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 24 മണിക്കൂറിനുള്ളിൽ, അതായത് ഐരാണിമുട്ടത്ത് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് 1:30-2 മണിക്കാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിലും പാർക്കിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ കൊള്ള നടത്തുന്ന 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ 100 കണക്കിന് അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. SMV സ്കൂളൊക്കെ ചോദിച്ചപ്പോൾ മുമ്പ് പൊങ്കാലയിടാൻ വരുന്നവരൊക്കെ 1000-2000 ഒക്കെ വാങ്ങുന്നുണ്ട്. ഇവരൊക്കെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് വരുന്നവരായതുകൊണ്ടും അവർക്കൂടെ ലോക്കലി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടും ഭയം കൊണ്ടും എൻ്റെ പലരും പറയുന്നത് ഈ 750 രൂപ റെസിപ്റ്റ് എൻ്റെ തന്ന വ്യക്തിക്ക് തന്നെ ഭയമാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ സാധിക്കുമോ, കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ്. അപ്പോൾ മേയർ വന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നത്. ഇതിവിടെ SMV സ്കൂളിൽ അവർക്ക് ഈ സംഭവത്തിന് ശേഷം അവിടെ ബസ് ഇട്ടിരിക്കാൻ ഭയമാണ്. അപ്പോൾ അങ്ങനെ ഒരു നഗരത്തിന്, ഒരു പ്രദേശത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ തിരക്കിനിടെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കോർപ്പറേഷൻ തീരുമാനമെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നടക്കുന്ന മുഴുവൻ പാർക്കിംഗ് ഏരിയകളെക്കുറിച്ചും ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ലൈസൻസിന് വിധേയമായിട്ട് മാത്രമേ പാർക്കിംഗ് ഏരിയകൾ അനുവദിക്കുകയുള്ളൂ. പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെ ഹൈക്കോടതിയൊക്കെ പറയുന്നുണ്ട്, അവിടെ വെള്ളം ഉണ്ടാകണം, വെളിച്ചം ഉണ്ടാകണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ ഉണ്ടാകണം, സെക്യൂരിറ്റി ഉണ്ടാകണം, കോർപ്പറേഷൻ ഫിക്സ് ചെയ്യുന്ന റേറ്റ് ആയിരിക്കണം. ഇതൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു 13 വർഷം മുമ്പ് ശബരിമലയിൽ ടോളിൻ്റെ പേരിലൊരു വലിയ പിരിവുണ്ടായിരുന്നു. ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളൊരു 15 ദിവസം കൊണ്ട് ആ ടോളിൻ്റെ പേരിലുള്ള കൊള്ള, രാഷ്ട്രീയ സമരവും ഹൈക്കോടതി സമീപിച്ചു. ഇന്നിപ്പോൾ അവിടെ ടോൾ പിരിവില്ല. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ പേരിൽ പല സ്ഥലത്തും കൊള്ളകളാണ് നടക്കുന്നത്. ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ല, ഡെപ്യൂട്ടി മേയറെ ഒരു കോൾ ചെയ്താണ് പറഞ്ഞത്. ഡെപ്യൂട്ടി മേയർ ഉടൻ തന്നെ ഞാനതാണ് പറഞ്ഞത്, എല്ലാ പാർക്കിങ്ങിലെയും ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം നടത്തി. ഇന്നലെ ഇപ്പം ഇതെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ രാവിലെ എത്തിയല്ലേ ഉള്ളൂ. എനിക്ക് രാവിലെ കേന്ദ്രമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തും. ഞങ്ങളെല്ലാം ലിസ്റ്റ് എടുക്കും. ഇന്നലെ വരെ, അതായത് ഈ ഭരണസമിതി ചുമതലയിൽ വന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കടമ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് കൃത്യമായിട്ട് പഠിച്ച് വളരെ വലിയ കഠിനാധ്വാനം ചെയ്ത് ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ആ ബഡ്ജറ്റിനെ തുടർന്ന് അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാല തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ ഗാന്ധി പാർക്കിലെ ക്രമക്കേട് കണ്ടുപിടിച്ച് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് നടപടികൾ ആരംഭിച്ചു, പുറത്താക്കുകയാണ്. ഇനി ഞങ്ങൾ ഈ മാർച്ച് മാസം തീരുന്ന കരാറുകളൊക്കെ തന്നെ എല്ലാ കരാറും പരിശോധിക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ നേരത്തെ തന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓരോന്നായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ
ഒരു കോർപ്പറേഷൻ നടപടി എടുക്കുമ്പോൾ എല്ലാ നിയമപരമായ കാര്യങ്ങളും പാലിച്ച് മാത്രമേ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള ഒരു ഡിലേ ചില കാര്യങ്ങൾക്കുണ്ടാകും. പക്ഷേ കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും സബ്ലീസ് ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് നടത്താൻ വേണ്ടി എടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, എടുത്ത വ്യക്തി തന്നെയാണോ നടത്തുന്നത്, അദ്ദേഹം മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലുമാണോ നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാം പരിശോധിക്കുകയാണ്. അതൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അല്ല എനിക്ക് അങ്ങനെയുള്ള കാര്യം ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അല്ല പല സംഭവങ്ങളും അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂറിൻ ഷെഡിന് യൂറിനേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പൈസ വാങ്ങിച്ചു വന്നിട്ട് ഇന്നൊക്കെ ചില ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പിന്നെ താങ്കൾ പറഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച വരുന്നുണ്ട്. ഒരു കാര്യം ഞങ്ങളീ പറയുന്നതിന് കോർപ്പറേഷൻ്റെ ഭരണസമിതി എന്നുള്ളതിലുപരി വേറൊരു ആംഗിളുണ്ട്. അതായത് ഇപ്പോൾ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളതിന് അനന്തമായ സാധ്യതകൾ തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് ആരാധനാലയങ്ങളിലേക്ക് തീർത്ഥാടകർ വരുമ്പോഴേക്കും തിരുവനന്തപുരം അവരെ സ്വാഗതം ചെയ്യണം. ഇപ്പോൾ കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിൽ പോയപ്പോഴേക്കും ജനങ്ങൾക്ക് ഏതു സാമ്പത്തിക നിലവാരത്തിലുള്ള ഒരു വ്യക്തി അവിടെ വന്നാലും അവർക്ക് അതിനനുസരിച്ചുള്ള ഇപ്പോൾ ഷെയർ ടാക്സി, അതുപോലെ തന്നെ റിക്ഷകൾ, പിന്നെ വിമാനത്തിലൊക്കെ വരുന്നവർക്ക് എയർപോർട്ടിൽ ആവശ്യമായ സൗകര്യങ്ങൾ. അപ്പോൾ ഏത് സാമ്പത്തിക നിലവാരത്തിലുള്ള വ്യക്തി വന്നു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതിലൂടെ ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക ഘടനയിൽ വലിയ വ്യത്യാസം ഉണ്ടായി, ഒരുപാട് തൊഴിൽ സാധ്യതകൾ രൂപപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള മനസ്സോടുകൂടി ജനതയെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം തിരുവനന്തപുരത്തുണ്ടാകണം. എങ്കിൽ മാത്രമേ തിരുവനന്തപുരം വളരുകയുള്ളൂ. ആ ഒരു വലിയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ, ഇല്ലെങ്കിൽ ഒരു കരാറുകാരനെ മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നിയമവിരുദ്ധമായെല്ലാം മാറ്റണം. അപ്പോൾ അങ്ങനെ വലിയൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും അത് കോർപ്പറേഷൻ മാത്രം ചെയ്യേണ്ടതല്ല, ജില്ലാ ഭരണകൂടം, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ, ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ട പരിമിതമായ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യും.